കണ്ണാടിപ്പുഴ വിൽപ്പനയ്ക്ക്. ഡോക്ടർ കെ അഗസ്റ്റിൻ ജോസഫ്. വായന എ.ജെ. മുഹമ്മദ് ഷഫീർ. ഭാഗം 3. കച്ചവടക്കാർ. മൂന്നും കൂടിയ വഴിയിലെ ഗണപതി അമ്പലത്തിന് ഇടതുവശത്താണ് ബലരാമന്റെ പലചരക്കു കട. ലാഭത്തിന് വിൽക്കാൻ വെച്ച ഒരു വസ്തുവിനെ പോലെ അവൻ ഇരുന്നു. വലതുകാലിൽ വാതപ്പൊട്ടിനുള്ള ചുറ്റിക്കെട്ട് പൊതികളിലെ അലങ്കാര ചുറ്റുപോലെ മുഷിഞ്ഞു കിടന്നു. ബീഡിപ്പൊതി നീട്ടുമ്പോൾ അവൻ പറഞ്ഞു, 2 വച്ചാൽ 4 എന്നുള്ളത് പഴയ ഒരു കള്ളക്കളി. ഞാൻ അതിനില്ല. 4 വിൽക്കും, 2 ലാഭമുണ്ടാക്കും, അത്ര തന്നെ. ഞാൻ ചോദിച്ചു, അപ്പോൾ വാതപ്പൊട്ടോ? അവൻ പറഞ്ഞു, വാദം ഇല്ല എങ്കിലും പൊട്ട് ഉണ്ടാകാമല്ലോ. പൊട്ട് ഇല്ല എങ്കിലും വാദം ഉണ്ടാകാമല്ലോ. ഞാൻ ഒന്നും പറഞ്ഞില്ല. കാരണം പ്രഭാതം മുതൽ പ്രഭാതം വരെ പുഴു തിന്നിട്ടും തീരാത്ത മൈദ പോലെ മൂലയിലെ ചാക്കുകെട്ടിൽ ഇരിക്കുന്നത് അവൻ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും രസിക്കില്ല. കൂടാതെ കണ്ണാടിപ്പുഴയിലെ ക്ഷുരകന്റെ മകനെ മൈദ എന്ന് വിളിച്ചാൽ ശരിയാകില്ല. മഹാഭാരതത്തിലെ ഒരു ക്ഷുരകൻ വനവാസിയായ കാര്യം ഓർത്തു നിൽക്കെ വടക്കുവശത്തെ ആൾച്ചുവട്ടിൽ നിന്ന് രാജശേഖരൻ കൈ ഉയർത്തി കാണിക്കുന്നു. വിയർപ്പുനാറ്റത്തെക്കുറിച്ച് സദാകാലവും ആകുലപ്പെട്ടിരുന്നവൻ. മണ്ണും വെള്ളവും ഒരേപോലെ ലഹരി തരും എന്ന് കരുതിയവൻ. മണ്ണായ മണ്ണൊക്കെ കൊണ്ട് ഇഷ്ടിക ചുട്ട് തൊടി നിറച്ചാൽ കച്ചവടം തെഴുക്കുമെന്ന് അവൻ കണ്ടിരുന്നു. സർക്കാരിന്റെ പുരോഹിതൻ അമ്പലക്കമ്മിറ്റിയുടെ വേഷത്തിൽ അവന്റെ കാവടിപ്പെട്ടി കവരുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ എന്തു മിണ്ടാൻ? സ്വന്തം കീശയിൽ നിന്നും ഒരാൾ വിഷക്കുപ്പി പുറത്തെടുത്ത് ഓമനിച്ച്, ഇത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും പ്രിയതരർ ആയ മക്കൾക്കും വേണ്ടി എന്ന് ജപിക്കുമ്പോൾ ഞാൻ എന്താണ് പറയുക? എന്തു കഷ്ടമാണ്! പൗഡർ ടിൻ ആയിരുന്നുവെങ്കിൽ വല്ലതും പറഞ്ഞു പോയിരുന്നേനെ. പക്ഷേ സാധാരണമായ സായാഹ്നത്തിന് സയനൈഡിന്റെ അത്ര കനപ്പൊന്നുമില്ല. ഷർട്ടിന്റെ കോളർ പിന്നോട്ട് വലിച്ചിട്ട് ഖദർധാരിയായ പഴയ മാത്യു വർഗീസ്. ഖദർ അണിഞ്ഞാൽ ശരീരത്തിന് അവശ്യം വായുസേചനം കിട്ടും, അവൻ പറഞ്ഞു. ശരീരകാന്തിയെ എന്നും പരിപാലിച്ചു. അവൻ ചോദിച്ചു, നിനക്ക് അറിയുമോ, എനിക്കുമുണ്ടായിരുന്നു സ്വപ്നങ്ങൾ, ഖദറിൽ അരിച്ചു ശുദ്ധീകരിച്ചവ. ഓരോ പരീക്ഷ ജയിച്ചപ്പോഴും അവ വളർന്നു. അറേബ്യൻ മരുഭൂമിയിൽ പൈപ്പ് വെള്ളം പോലെ വിയർപ്പൊഴുക്കി ഞാൻ അവ വളർത്തി. ഐതിഹ്യങ്ങളിലെ തിളക്കമാർന്ന ഭരണികൾ തൊടികളിൽ നിറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നിട്ടെന്തു പറ്റി? അവൻ പറഞ്ഞു, മോഹിച്ച പെണ്ണിനെ കെട്ടി. അപ്പോൾ ഞാൻ അഹങ്കരിച്ചു. എൻ്റെ കുഴപ്പം മൂലമാണത്രേ അവൾ പ്രസവിക്കുകയില്ല. എൻ്റെ ഭരണികൾ ഉടഞ്ഞു തുടങ്ങി. പോക്കറ്റിൽ ദത്തെടുക്കാൻ തീരുമാനിച്ച ഒരു ഓമനക്കുഞ്ഞിൻ്റെ പടം കനത്തു. സമയം പിന്നെയും വൈകിക്കൊണ്ടേയിരുന്നു. ആൽച്ചുവട്ടിൽ കൂട്ടിയിട്ട തടികളിൽ ഏങ്കോണിച്ചു ചാരിക്കിടന്നുകൊണ്ട് തെരുവു നാടകത്തിലെ ആത്മകഥം പോലെ രാമകൃഷ്ണൻ പറഞ്ഞു, വലിയ വലിയ രാജനാമങ്ങളാണ് അച്ഛൻ എനിക്കിട്ടത്. എനിക്കു കിട്ടിയ അനുഗ്രഹമെന്ന് അച്ഛനും എനിക്കു കിട്ടിയ പ്രസാദം എന്ന് അമ്മയും തർക്കിച്ചാണ് എനിക്ക് വാത്സല്യം തന്നിരുന്നത് എന്ന് വേലക്കാരിയുടെ മൂത്ത മകൾ കാർത്തു രഹസ്യവേളകളിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം വെറുതെ. വലുതായപ്പോൾ തേനീച്ചക്കൂട്ടിലേക്ക് താഴ്ന്നിറങ്ങുന്ന പരുന്തിന്റെ ചിറകുപോലെ മണ്ണടരുകളിലേക്ക് ബുൾഡോസറിന്റെ കൈകൾ ആഴ്ത്തി ഉപജീവനം കാണാമെന്ന്
പ്രകൃതി സ്നേഹിയായിരുന്നിട്ടും ഞാൻ ആഗ്രഹിച്ചു. മുളംകാടുകളും കയ്യാലകളും തകർത്ത് ഹൈവേക്ക് അരികിലെ പാറയുടെ ചുവട്ടിൽ ചങ്ങല പൊട്ടി അത് വീണു. കൗതുക വസ്തുവിൽ എന്നതുപോലെ ഭാര്യയും മക്കളും ചിലപ്പോൾ അതിൽ കയറി നോക്കാറുണ്ട്. ഞാൻ ഓർക്കുന്നത് ഇളയ മകൻ രഘുവിൻ്റെ കുട്ടിക്കാലമാണ്. അവൻ എൻ്റെ മുതുകിൽ കയറിയാണ് കുതിരസവാരി പഠിച്ചത്. സമയം പിന്നെയും വൈകിക്കൊണ്ടേയിരുന്നു. തേച്ചു വടി പോലെ ആക്കിയ ഷർട്ടും അതുപോലെ വൃത്തികെട്ട മുണ്ടുമുടുത്ത് നാരായണ ഗുരുവിന്റെ ദിവസങ്ങളിൽ അത്യാവശ്യത്തിനു വേണ്ടി തുറക്കുന്ന ബാറിന്റെ രഹസ്യവാതിലിൽ നിന്നുകൊണ്ട് ശിവശങ്കരൻ. നിനക്ക് അറിയുമോ, എനിക്കുമുണ്ടായിരുന്നു സ്വപ്നങ്ങൾ. പഠനം മുടങ്ങിയിട്ടും വളർന്നവ. ജോലി കിട്ടി, അപ്പോഴും വിവാഹം കഴിഞ്ഞു, അപ്പോഴും അവയുടെ ഘോഷം തുടർന്നു. പക്ഷേ ഒരു കുട്ടിയുണ്ടായി, അതോടെ എല്ലാം തീർന്നു. അതെന്ത്? ഞാൻ ചോദിച്ചു. അവൻ ഒന്നും മിണ്ടിയില്ല. പോക്കറ്റിൽ നിന്നും തൊട്ടടുത്ത സ്റ്റുഡിയോയുടെ പേരുള്ള ഒരു കവർ എടുത്തു തുറന്ന് മന്ദബുദ്ധിയായ ഒരു പെൺകുഞ്ഞിന്റെ ചിത്രമെടുത്ത് പിൻവശത്ത് തുപ്പൽ തേച്ച് എൻ്റെ പുറത്ത് ആഞ്ഞ് ഒട്ടിച്ചു വെച്ചു. മറക്കാനാകാത്ത പാപഭാരത്തിന്റെ ഫലിതം പോലെ ഞാൻ പുളഞ്ഞു. ആൾച്ചുവട്ടിൽ തെരുവു വിളക്കുകൾ ഒഴിച്ചിട്ട മൂലയിൽ അവൻ ഉണ്ടായിരുന്നു. ഹരിഹരൻ. പെരുവിരൽ വളച്ച് കൈത്തണ്ടിൽ തൊടുവിച്ച് അഭ്യാസങ്ങൾ കാട്ടിയിരുന്നവൻ. ഓരോ പരീക്ഷയും അഭ്യാസം പോലെ കടന്നുപോയി. എല്ലാറ്റിനും അവൻ ജയിച്ചു. ബുദ്ധിയുടെ വഴക്കം പരീക്ഷക്കടലാസിൽ കളരിമുറകൾ മെനഞ്ഞു. ഓതിരം ചാടി. കടകം മറിഞ്ഞ് നടുതല്ലി വീണുകൊണ്ട് അവൻ പറഞ്ഞു, നിനക്കറിയുമോ, ഞാൻ എല്ലാം നേടി, എല്ലാ വിജയങ്ങളും. എൻ്റെ മോൾ ഒരു കെട്ട പേരും നേടി. അതെന്ത്? ഞാൻ ചോദിച്ചു. അവൻ മിണ്ടിയില്ല. മദ്യം മോന്തുന്നതിനിടയ്ക്ക് പോക്കറ്റിൽ നിന്നും ഒരു തലക്കുറിയെടുത്ത് വെളിച്ചത്തിലേക്ക് നീട്ടിക്കാണിച്ചു. ശവമെടുപ്പ് പോലെ ആവർത്തന വിരസമായ ഒരു ചൊവ്വാദോഷം കറുത്ത മഷിയിൽ മങ്ങിപ്പടർന്നു വിതുമ്പി. ഹിന്ദുക്കളുടെ തോളിൽ ഞാൻ അന്നാണ് താടി വെച്ച കുരിശിന് ചന്ദനക്കുറി കണ്ടത്. കമ്മ്യൂണിസത്തെയും ചൊവ്വാദോഷത്തെയും ബന്ധിപ്പിക്കുന്ന യോഗം ഏത് എന്നും ഓർത്തു നടക്കെ നടപ്പാതയുടെ അറ്റത്ത് വെച്ച് കീശയിൽ കുത്തി നിറച്ച മുറുക്കാനും മുഷിഞ്ഞ മണവും പൂശി ആരാച്ചാരുടെ ഭാഗം അഭിനയിക്കുന്ന മാധവൻ ആടുന്ന കാലുകൊണ്ട് തോളിൽ പകർന്നു ചോദിച്ചു, ചിന്തകൾ കുതിരകളെപ്പോലെ എന്ന് നിന്നോട് പറഞ്ഞ വിഡി ഏതു കാറ്റാണ്? വല്ല പൊട്ടൻ കാറ്റുമായിരിക്കും, ഞാൻ പറഞ്ഞു. ആലോചിച്ച് ചിന്തിച്ച് അവൻ പറഞ്ഞു, അക്ഷരം പഠിച്ചവന്റെ അഹന്തയിൽ നിന്റെ കാറ്റുകൾ വീശരുത്. കാറ്റു വീശാത്ത ഒരിടത്തു നിന്നുകൊണ്ട് ഞാൻ ഇലകളുടെ അക്ഷരങ്ങൾക്ക് കാതോർത്തു. ഒരു അശ്ലീല ഗാനത്തിൽ ചുവടുവെച്ച് വിമോചന മന്ത്രവും ചൊല്ലി ഇലകളിൽ കാറ്റ് ഉണരും എന്നാണ് ഞാൻ കരുതിയത്. വിഡ്ഢിത്തം എനിക്കുമാകാമല്ലോ. അതുകൊണ്ടാണ് കാറ്റിൽ പറക്കുന്ന മനുഷ്യരെ മറ്റുള്ളവർ എടുത്തു ഉയർത്തുന്നതായി സ്വപ്നം കണ്ടത്. സ്വപ്നത്തിൽ നിന്നും ഉണർന്ന് അമ്പലപ്പറമ്പിന്റെ വലതുമൂലയിൽ ഉരുകി വീഴുന്ന ഇരുട്ടിനെ കണ്ടത്. പലചരക്കു കടകളിൽ നിന്നുള്ള വെളിച്ചം ഇവിടെ വീഴുന്നില്ല. എൻ്റെ മുതുകിൽ തുപ്പലിൽ കുതിർന്ന ഒരു ചിത്രം ഉണ്ട്. അതിൻ്റെ വിൽപ്പന അസാധ്യം ആണ്. ആൾ ഒഴിഞ്ഞ ഇരുട്ടിന്റെ ഫലിതത്തിൽ സ്വയം വിൽക്കാം എന്നു വെച്ചാൽ അത് ദൈവശാസ്ത്രപരമായ നഷ്ടക്കച്ചവടമാണ്.